കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി കെ.പി. താഹിറിനെ തെരഞ്ഞെടുത്തു. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ 35 വോട്ട് നേടിയാണ് താഹിർ തെരഞ്ഞെടുക്കപ്പെട്ടത്. മേയറുടെ വോട്ട് അസാധുവായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റാണ് കെ.പി. താഹിർ. മനോജ് മയിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, 35 വോട്ട് നേടിയാണ് താഹിർ തെരഞ്ഞെടുക്കപ്പെട്ടത്. മേയറുടെ വോട്ട് അസാധുവായിരിക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പ്രതിഭ, കണ്ണൂർ കോർപ്പറേഷനിൽ 36 അംഗങ്ങളാണ് UDF-നുള്ളത്. സ്വാഭാവികമായും നേരത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ 36 വോട്ട് അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ തന്നെ 36 വോട്ട് കെ.പി. താഹിറിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കും ലഭിക്കേണ്ടതായിരുന്നു. പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ അത് 35 വോട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വോട്ട് ആരുടെ വോട്ടാണ് അസാധുവായത് എന്ന് പരിശോധിച്ചപ്പോഴാണ് അത് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ വോട്ടാണ് അസാധുവായത് എന്ന് വ്യക്തമായത്. അതൊരു തികച്ചും സാങ്കേതികമായ ഒരു കാര്യമാണ്. ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പിൽ 3 പേരാണ് മത്സരിച്ചിരുന്നത്. കെ.പി. താഹിറിന് പുറമെ LDF-ലെ MP അനിൽകുമാർ, BJP-യിലെ AK മജേഷ് എന്നിവരും സ്ഥാനാർത്ഥികളായി ഉണ്ടായിരുന്നു. അപ്പോൾ 3 പേരുടെ പേരുകളാണ് ഈ ബാലറ്റ് പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഈ ബാലറ്റ് പേപ്പറിൽ ഇൻറ്റു മാർക്ക് ചെയ്യാനാണ് വരണാധികാരിയായ കളക്ടർ അംഗങ്ങളോട് നിർദ്ദേശിച്ചിരുന്നത്. ആ ഇൻറ്റു മാർക്ക് ഇടുന്നതിന് പകരം അഡ്വക്കേറ്റ് പി ഇന്ദിര ഒപ്പ് വെച്ചതാണ് ഇതിൽ ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം ഉണ്ടായത്. കെ.പി. താഹിറിന്റെ പേരിന് നേരെ ഒപ്പുവെച്ചതാണ് പ്രശ്നമായി മാറിയത്. അങ്ങനെയാണ് ആ വോട്ട് അസാധു എന്ന ഗണത്തിൽ പെടുത്തിയിട്ടുള്ളത്. തികച്ചും സാങ്കേതികമായ ഒരു കാര്യം. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ UDF-നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം മൃഗീയമായ ഭൂരിപക്ഷം കോർപ്പറേഷനിൽ UDF-ന് ഉള്ളത് കൊണ്ട് തന്നെ ആ വോട്ടിന് വലിയ പ്രസക്തി ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത്. ഡെപ്യൂട്ടി മേയറായി കെ.പി. താഹിർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് കെ.പി. താഹിർ. നമുക്കറിയാം, വലിയ പോരാട്ടത്തിൽ, അതായത് വാരൻ ഡിവിഷനിൽ കണ്ണൂർ കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച മുതൽ നിറഞ്ഞു നിന്ന ഒരു ഡിവിഷനാണ് വാരം. ആ ഡിവിഷനിൽ നിന്നും മുസ്ലിം ലീഗിന്റെ റിബൽ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് 200ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് കെ.പി. താഹിർ കണ്ണൂർ കോർപ്പറേഷനിൽ എത്തിയത്. അങ്ങനെ ഈ കണ്ണൂർ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ ആരാകണം എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് തുടക്കം മുതൽ ഒരു തരത്തിലുള്ള ചർച്ചയും മറ്റൊരു പേരുകളും ഉണ്ടായിരുന്നില്ല. കെ.പി. താഹിർ എന്ന ഒറ്റ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ പാർലമെന്ററി ബോർഡ് ആ പേര് കഴിഞ്ഞ ദിവസം നിർദ്ദേശിക്കുകയും ചെയ്തു. കെ.പി. താഹിർ ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ വോട്ട് അസാധുവായി എന്ന ഒറ്റ കാരണം മാത്രമാണ് ഇപ്പോൾ ഈ വാർത്തകളിൽ ഇത് നിറയാൻ കാരണം. എന്തായാലും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ കാര്യം. ഇപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം UDF വീണ്ടും തുടരുന്നു. കണ്ണൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കും എന്നാണ് മേയറും ഡെപ്യൂട്ടി മേയറും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതിഭ.